ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ഒരു മൂലക്കിരുന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അമ്മായി കൂടി വരുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി മോളെ, നീ വന്നപ്പോൾ തൊട്ട് ഒരേ ആലോചനയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ടേ, ആ അത് പ്രമീളയുടെ അടുത്ത് പറഞ്ഞത് കൊള്ളാലോ, കല്യാണം ആലോചിക്കുന്ന പെമ്പിള്ളേരെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ദിവാസ്വപ്നം കണ്ടെന്നൊക്കെ വരും, ഷ്യാമോനെ കുറിച്ച് ആലോചിക്കായിരിക്കും അല്ലേ ശ്രുതി മോളെ എന്ന് പറയുമ്പോൾ ശ്രുതിക്കാകെ ദേഷ്യം വരും കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രമീളയെ കേട്ടോ, എന്താണ് ഈ സമയത്ത് പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ആലോചന കാര്യങ്ങളൊക്കെ കൂടുതലാണ്, അത് നല്ലതല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അമ്മയും കൂടി നമ്മുടെ ശ്രുതിയുടെ തുറന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കാകെ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്യാം വരുമ്പോൾ ശ്രുതി വീണ്ടും എഴുന്നേക്കണ്ടേ, ആഹാ ഇവിടെ ഭയങ്കര പൊട്ടിച്ചിരിയും കളി തമാശയാണെന്ന് തോന്നല്ലോ, എനിക്കും കൂടി കേൾക്കാവുന്ന തമാശയാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ടേ, കേട്ടോ ശ്യാമോനെ, ശ്രുതി ഇപ്പം ആകെ ആലോചനയും വിചാരവും മാത്രമായിരുന്നു, ഞങ്ങൾ പറയുമായിരുന്നേ കല്യാണം ഉറപ്പിച്ച പെൺപിള്ളേർ ഇങ്ങനെയാണെന്നൊക്കെ, എന്തായാലും ശ്യാമോൻ വന്നല്ലോ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഞങ്ങളൊരു ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടി അവിടെ അടുക്കളയിലേക്ക് പോകും കേട്ടോ. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും ശ്യാം പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുവാനായിട്ട് പറയുന്നുണ്ട്. ശ്രുതി തൻ്റെ ജീവിതത്തിൽ വെളിച്ചം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണത് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ. ശ്രുതി ശ്യാമിനെ നോക്കിയിട്ട് കൈ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അതിനുശേഷം റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയി കഴിയുമ്പോഴേക്കും ശ്യാം ശ്രുതിയുടെ റൂമിന് മുമ്പിൽ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുക കേട്ടോ. ശ്രുതിനെ താൻ തന്നെ കെട്ടും എന്ന രീതിയിൽ ശ്രുതിനെ നോക്കിയിട്ടൊന്ന് പുച്ഛിച്ചതിന് ശേഷം ശ്യാം ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു പാട്ടാണ്. ആ പാട്ടിലെ ആകാശം പ്രീതിയാണ്. അവർ ദീപാവലിക്ക് അമ്പലത്തിൽ എല്ലായിടത്തും വിളക്ക് വെക്കുന്നതും അമ്പലം ചുറ്റും വിളക്ക് വെക്കുന്നതും നമ്മുടെ ആകാശിൻ്റെ നെറ്റിയിൽ പ്രീതി ചന്ദനം ചാർത്തി കൊടുക്കുന്നതും പ്രീതിയുടെ നെറ്റിയിൽ ആകാശ് ചന്ദനം ചാർത്തി കൊടുക്കുന്നതും അതൊരു പാട്ടിൻ്റെ രൂപത്തിൽ കാണിക്കുന്ന ഒരു സീനാണ് കേട്ടോ. റൊമാൻറ്റിക് ആയിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കുട്ടീഷ്ണ, എനിക്ക് എന്തായി സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെ ശ്യാം സാറിൻ്റെയും അതുപോലെ തന്നെ അശ്വിൻ സാറിൻ്റെ വിചാരം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂല്ലോ ഇപ്പോൾ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ശ്രുതി അടുക്കളയിൽ പോയിട്ട് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രുതി വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സിലെ കാര്യം ഞാൻ ആർത്ത് പറയാനാ, ഒരു ഭാഗത്ത് അശ്വിൻ സാർ എവിടെയോ ഇരിക്കുന്ന അശ്വിൻ സാറിനെ ആലോചിച്ച് ഞാനിരിക്കും, ഇപ്പറേ ഭാഗം ശ്യാം സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി ഒരുപാട് നാളുകൾക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യം ആലോചിച്ച് പോവാട്ടോ. വേറൊന്നുമല്ല, ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞു, നമ്മുടെ അശ്വിനാണ് വരൻ. അപ്പോൾ അശ്വിൻ ജോലി എടുക്കുന്ന സമയത്ത് ശ്രുതി ഒരു കൈ നിറച്ച് ജിലേബിയായിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അശ്വിൻ ചേട്ടാ, ഇത് നോക്കിക്കേ, ഞാൻ ചേട്ടന് വേണ്ടി ഷുഗർ ഫ്രീ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നിങ്ങനെ പറയാട്ടോ. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഓ എനിക്ക് മടുത്തു, നീയും നിൻ്റെ ഒരു ജിലേബി, 24 മണിക്കൂർ ജിലേബി, രാവിലെ പലഹാരത്തിൻ്റെ കൂടെ ജിലേബി, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ജിലേബി, രാത്രിയും ജിലേബി, എനിക്ക് മതിയായി എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ, ഓ സോറി അശ്വിൻ ചേട്ടാ, ഞാൻ ആ ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ജിലേബി നിലത്ത് വെക്കുന്നുണ്ട്. അശ്വിൻ ചേട്ടാ, എൻ്റെ ഈ സാരി എങ്ങനെയുണ്ട്, അശ്വിൻ ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, ഈ സാരി എടുത്തിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ട് അശ്വിൻ ചേട്ടാ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ചിരിച്ചതിന് ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ശ്രുതിയുടെ അടിമുടി നോക്കിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ഈ സാരിയിലേ പറ എന്ന് ശ്രുതി പറയുമ്പോൾ, ഈ സാരി നിന്നെ കാണാനേ പറ അശ്വിൻ ചേട്ടാ എന്ന് ശ്രുതി പറയുമ്പോൾ, അതെ നമ്മൾ ഈ ടെക്സ്റ്റൈലിലൊക്കെ പോവില്ലേ, പോകും, അവിടെ നമ്മളിപ്പോൾ ഒരുപാട് ബൊമ്മകളൊക്കെ കാണില്ലേ, സാരി ചുറ്റി വെച്ചേക്കുന്ന ബൊമ്മകൾ, അതുപോലെയുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അശ്വിൻ ചേട്ടാ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ ശ്രുതി. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോഴത്തെ കാലത്തേക്ക് വരുവാണേ, ഞാനിതിനെ ഇതാലോചിക്കണത് ഒരു കാര്യമില്ലാണ്ട് അശ്വിൻ്റെ ഭാര്യയായിട്ടിരിക്കണം ആലോചിക്കുന്നു, എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തലക്ക് തന്നെത്താനെ ഇങ്ങനെ ഇതാക്കുവാട്ടോ. പെട്ടെന്ന് ശ്രുതി ആലോചിക്കുകയാണ്, ഇനി ശ്യാമാണെങ്കിലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ശ്രുതി ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ജിലേബി എടുത്ത് തിന്നുന്നുണ്ട്. ആഹാ എന്താ മധുരം, ഇപ്പോൾ ഞാൻ ഇതിൽ ഏത് മധുരമാണ് ആദ്യം കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കണ്ടേ, ഏത് മധുരമാണെന്നോ, അതിന് ചേട്ടൻ്റെ കയ്യിൽ ജിലേബി മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ പ്രിയതമേ, ഇത് എൻ്റെ പ്രിയതമ ഉണ്ടാക്കിയ ജിലേബി, ഇപ്പുറത്തെ എൻ്റെ പ്രിയതമയുടെ മന്ദഹാസം, ഇതിലേതാ ഞാൻ ആദ്യം നുകരേണ്ടത് എന്ന് ശ്യാം ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി നാണത്തോടു കൂടി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ശ്യാം നമ്മുടെ ശ്രുതിയുടെ ഒന്ന് തിരിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ സാരിയിൽ കാണാൻ, എൻ്റെ പ്രിയതമേനെ കാണാനായിട്ട് എന്ത് സൗന്ദര്യമാണ്, ഈ നമ്മൾ കഥകളൊക്കെ കേട്ടില്ലേ, രാജാവിൻ്റെ അതായത് സ്വർഗരാജ്യം എന്നൊക്കെ, അവിടെ ദേവതകളും അപ്സരസുകളൊക്കെ ഡാൻസ് കളിക്കില്ലേ, അതിലെ അപ്സരസിനെ പോലുണ്ട് നീ ഇപ്പം കാണാനായിട്ട്, ഒന്ന് പോ ശ്യാം ചേട്ടാ എന്ന് ശ്രുതി പറയാണ്. അങ്ങനെ ശ്രുതി വീണ്ടും ഇപ്പോഴത്തെ കാലത്തേക്ക് വരുവാണ്. അങ്ങനെ ജിലേബിയിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനെന്തിന് ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി
പെട്ടെന്ന് തന്നെ ശ്രുതി അതിലെ ജിലേബി ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് എടുത്ത് കഴിക്കുവാട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതി വരുന്നുണ്ട്. അയ്യോ ശ്രുതി, നീ എന്തീ കാണിക്കണത്? നീ ചൂട് ജിലേബിയാണോ ഇങ്ങനെ കഴിക്കണത്? തണുത്തത് എന്തെങ്കിലും കഴിച്ചൂടെ? ചേച്ചി അതിലേക്ക് പെട്ടെന്ന് ടെൻഷൻ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിച്ചതാ. നിന്റെ ഒരു കാര്യം എന്ന് പറയണത്, നാളെ കാർത്തികയാണ്, ഇവിടേക്ക് നന്നായിട്ട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണം. മറന്നോ നീ പെട്ടെന്ന് വന്നേ എന്ന് പറയണം. ആ വരാം ചേച്ചി വരാം എന്ന് പറഞ്ഞിട്ട് ജിലേബി കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ എന്താണ് ശ്രുതി. അതിനുശേഷം കാണിക്കണത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാര തുറക്കുന്ന സമയത്താണ് അലമാരയിൽ ഒരു ടീഷർട്ട് കണ്ടത്. അത് അശ്വിൻ ഇന്നലെ ഇട്ട ടീഷർട്ടാണ് കേട്ടോ. ആ ടീഷർട്ടിൽ പൊടികളായിട്ടുണ്ട്. അതായത് ഇന്നലെ ശ്രുതിയായിട്ട് മറിഞ്ഞു വീണ സമയത്ത് ഡ്രസ്സിലൊക്കെ കളർ പൊടി ആയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ പൊടി ഇങ്ങനെ നോക്കിയതിന് ശേഷം ആ കാര്യം ആലോചിക്കുകയാണ്. ശ്രുതിയായിട്ട് ഇങ്ങനെ വീണതും ശ്രുതി അശ്വിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചതും അശ്വിനെ നോക്കിയതും ഒക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നിട്ടോ. ആ കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിൻ ആ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ട്. ആ കുഞ്ഞ, നീ ഇപ്പം ആകെ മാറി. ഇപ്പം നിനക്ക് ആകെ ഒരു ആലോചനയാണല്ലോ. ഇപ്പം സംസാരവും ഇല്ല, മിണ്ടാട്ടവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വെറുതെ തോന്നിയതാണ് എന്ന് പറയാണ്. അങ്ങനെയല്ല, എന്ത് ചോദിച്ചാലും നിനക്ക് ആകെ ഒരു ആലോചന മാത്രമാണ്. ഞാൻ എന്തിനു ചോദിക്കണേനല്ല നീ മറുപടി തന്നെ. അതിന് ചേച്ചി ഇപ്പം എന്താ ചോദിച്ചത്? കണ്ടോ, ചേച്ചിക്ക് എന്താ മെഡിസിൻ വേണമെന്നല്ലേ? മെഡിസിൻ എനിക്കില്ല, നിനക്കാ വേണ്ടത്, നിന്റെ തലക്കാ കുഴപ്പം എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. അതെ, നീ ഇപ്പം ഇവിടെയൊന്നും അല്ല കുഞ്ഞ, ഞാൻ ചോദിക്കണതൊന്നും നീ മറുപടി പറയാറില്ല. മറുപടി പറഞ്ഞാലോ അതൊന്നുമല്ല നീ ചെയ്യണത് എന്ന് പറയാണ്. ചേച്ചിക്ക് ഇപ്പം എന്താ ചേച്ചി വേണ്ടത്? സാധാരണ ഇങ്ങനെ എപ്പോഴും വർക്ക് തിരക്കാണെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഭയങ്കര വർക്ക് തിരക്കായിരിക്കും, അല്ലാന്നെങ്കിൽ അവർ പ്രണയത്തിൽ വീണു എന്നാണ് അർത്ഥം. അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞ ആ കാര്യം ശരിയാ, എനിക്ക് ഭയങ്കര വർക്കിൻ്റെ തിരക്കാണേ എന്ന് അശ്വിൻ പറയുമ്പോൾ അതെനിക്കറിയാലോ, പിന്നെ പ്രണയത്തിൽ വീഴുക, നീ ഓൾറെഡി പ്രണയത്തിൽ വീണിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അശ്വിൻ്റെ മനസ്സിൽ പക്ഷെ ശ്രുതിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അഞ്ജലി പറയുന്നുണ്ട്, നീ പ്രണയത്തിൽ വീണിട്ടില്ലേ, ലാവണ്യായിട്ട് നീ പ്രണയത്തിലാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അശ്വിനൊന്നും തന്നെ മിണ്ടുന്നില്ല. ശേഷം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ചിലപ്പോൾ ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം, അതിനെക്കുറിച്ച് നീ കൂടുതൽ ആലോചിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലേ കുഞ്ഞ ഇപ്പം പല ചിന്തകളും നിന്റെ മനസ്സിലേക്ക് വരണത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അശ്വിനൊന്നും മിണ്ടുന്നില്ല. ചേച്ചി ഇപ്പം എന്താ വന്നതെന്ന് അത് പറ എന്ന് അശ്വിൻ പറയുമ്പോൾ, അതെ നിനക്ക് എന്തോ കണ്ണ് പറ്റിയിട്ടുണ്ട്, ആരും നിന്നെ നന്നായിട്ട് കണ്ണിട്ടിട്ടുണ്ട്. ദേ നോക്കിക്കേ, ഞാനിത് നിന്റെ റൂമിൽ തൂക്കാൻ വേണ്ടി വന്നതാണ്. നിന്റെ റൂമിൽ എവിടെയെങ്കിലും കാണാൻ പാകുന്നിടത്ത് ഈ സാധനം തൂക്കാവോ എന്ന് പറയണം. അത് നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കിയ മുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ദൃഷ്ടിദോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയും, ചേച്ചിക്ക് അറിയില്ലേ എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എന്ന് അശ്വിൻ പറയുമ്പോൾ, അതെ നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി നീ ഇത് ഈ റൂമിൻ്റെ എവിടെയെങ്കിലും നീ കാണുന്ന ഭാഗത്ത് എവിടെയെങ്കിലും നീ ഒന്ന് തൂക്കിയിടണം എന്ന് പറയാണ്. ചേച്ചി കുഞ്ഞ, ഞാൻ നിനക്ക് വീട്ടാ ജീവിക്കണമെന്ന് അറിയാലോ, എനിക്ക് വിഷമമൊന്നും നിനക്കറിയാലോ, മതി ചേച്ചിയുടെ സെൻറ്റിമെൻറ്റ്സ് നിറക്കേണ്ട, ചേച്ചിക്ക് ഇപ്പം എന്താ ഇവിടെ എവിടെയെങ്കിലും ഇത് തൂക്കിയിടണം, അത്രയല്ലേ ഉള്ളൂ, ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് അശ്വിൻ മേടിക്കുവാണ്. നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം അശ്വിൻ ആ ദൃഷ്ടിദോഷത്തിൻ്റെ ആ ഒരു നാരങ്ങയും മുളകുണക്കിയതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.